ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയിട്ട് ഞങ്ങളുടെ മെയിൻ ഇന്നത്തെ പരിപാടി ഷോപ്പിംഗ്. അവയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരാണല്ലോ, അപ്പം ഞങ്ങൾ അവൾക്ക് വേണ്ടി കുറച്ച് ഡ്രസ്സസ് നോക്കുമായിരുന്നു. ഓൺലൈനിൽ കുറേ ഡ്രസ്സ് നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ഇനി ഷോപ്സിലൊന്നും പോവാം. ആക്ച്വലി ടൈം ക്രഞ്ച് ഉണ്ട്, നമുക്കിനി അധികം ടൈമില്ല. അപ്പോൾ ഞങ്ങളൊന്ന് ഷോപ്പിലൊക്കെ ഒന്ന് പോയി ഒന്ന് നോക്കാം, എന്തെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ എടുത്തിട്ട് വരാമെന്നൊരു പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ബാംഗ്ലൂർ ഇവിടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഷോപ്പിംഗ് മാർക്കറ്റ് അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് നമ്മളിങ്ങനെ ഓൺലൈൻ നോക്കിയപ്പോൾ. അപ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും റെഡി ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. സിംഗപ്പൂർ എന്തായിരുന്നല്ലേ? അപ്പോൾ ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ അറൌണ്ട് 11:40 ഇറങ്ങിയതാണ്. ഇപ്പോഴും 1 മണി ആവാറ്, ഇപ്പോഴും ഞങ്ങൾ ഈ ട്രാഫിക്കിൽ സ്റ്റക്കാണ്. പറയുമ്പോൾ അറൌണ്ട് 16 കിലോമീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. പക്ഷെ മൈ ഗോഡ്, എന്തൊരു ട്രാഫിക് ആണ്. ഇതൊരു സാറ്റർഡേ ആണ്. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ട്രാഫിക്. എന്തോ വഴി എന്തോ തിരിച്ചു വിടുകയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഈ ഓട്ടോക്കാർ അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതാണ് കേട്ടോ. ഈ ഞങ്ങളുടെ ഓട്ടോച്ചേട്ടനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്. ആള് വിചാരിച്ചിട്ടുണ്ടാവും ഏത് നേരത്താണോ ഈ ഊബർ അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയത്. പക്ഷെ ഞാനും അഞ്ജു എന്റെ കോളേജ് ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സുഖമാണ്. 1 മണിക്കൂർ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആൾക്ക് കുറച്ച് ദേഷ്യം വരായിരുന്നു. നമ്മൾ ഈ ഭയങ്കര നിങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒന്ന് ടോണ്ടൊക്കെ ചെയ്തിരിക്കാനൊക്കെ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഫൈനലി കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി. 1.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം. ഈ സമയത്ത് വീട്ടിലിരുന്ന് ഒരു സിനിമ കണ്ടാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് പല എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു വഴിയിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് വേണം നമുക്ക് എന്താ പറയാ ഹണ്ടിങ് തുടങ്ങാൻ. ഏത് ഷോപ്പിലാണ് ബേബി ഷോപ്സ് നമുക്ക് തപ്പിപ്പിടിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എത്തി. ഇപ്പോൾ ഞങ്ങൾ വാവയ്ക്കുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ. അപ്പോൾ അത് തപ്പി നോക്കുകയാണ്. ഒരു 3-4 ഷോപ്സ് കണ്ടു വെച്ചിട്ടുണ്ട്. ബട്ട് അതിൽ ഇപ്പോൾ ഇവിടെ അടുത്ത് ഞങ്ങൾ ഏതോ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലൊക്കേഷൻ ഇട്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ടാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഷോപ്പ്. ഞങ്ങൾ കയറി. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ്, ഞങ്ങൾ മെയിൻലി ലാവൻഡർ കളറിലുള്ള ഡ്രസ്സാണ് തീം പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ലാവൻഡർ ഷെയ്ഡിൽ തന്നെ നോക്കാന്ന് വിചാരിക്കുമായിരുന്നു. ഈ ഒരു ഡ്രസ്സ് നല്ല ഇഷ്ടമായി. പക്ഷെ അവ്യൂന് എങ്ങനെ സെറ്റ് ആവും എന്നൊരു കൺഫ്യൂഷൻ ആണ്. കുറച്ച് വലുതാവുമോ എന്ന് ഒരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ കണ്ട പോലെ ഞങ്ങൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ കയറി, കിഡ്സ് മാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ, ലാവൻഡർ ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒരു ബാർ സെറ്റ് ചെയ്തു. ഞങ്ങൾ എന്നാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഷോപ്സ് ഞങ്ങളിപ്പോൾ കല്യാൺ സിൽക്സിൽ കയറി. അവിടെ പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച പോലെ മെയിൻലി ഞങ്ങൾ ലാവൻഡർ ഷെയ്ഡിലാണ് നോക്കുന്നത്. അതല്ല വേറെ വല്ല കളർ അതിന് മാച്ചായി കിട്ടുവാണെങ്കിൽ അത് എടുക്കാം. ബട്ട് ഞങ്ങളങ്ങനെ അവിടെ കയറി പക്ഷെ ഒന്നും അങ്ങനെ ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെയും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മീൻവൈൽ അനീഷും കുട്ടിയും കൂടെ, ബിക്കോസ് അവൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡ്രസ്സ് വെച്ച് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. കുറച്ച് വലുതാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമാണ്. അപ്പോൾ എന്തായാലും അവളെ ഒന്ന് വെച്ച് നോക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരിനിയിപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നല്ല തിരക്ക്, നല്ല ട്രാഫിക് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഒരു 1 hour മിനിമം എടുക്കും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ടൈമുണ്ട്. ആൻഡ് ഇവിടെ നല്ല കാലിയാണ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാലിയായിട്ട് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യട്ടെ. എന്തെങ്കിലും നല്ല ഷോപ്പിൽ കാണുവാണെങ്കിൽ നമുക്ക് കാണാം. സംഭവം അവ്യൂന് ഡ്രസ്സ് എടുക്കാനാണ് പോയതെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരു ക്രിഷ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടു. അപ്പൊ കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നി. അവ്യൂനല്ല കേട്ടോ, എനിക്കും അഞ്ജുനും. അപ്പൊ പിന്നെ ഒന്ന് ഷോപ്പിൽ കയറി നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് അവിടെ ഒരു പാന്റ് അല്ല ടോപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അത് ആള് പറഞ്ഞു അതൊരു കോഡ് സെറ്റ് ആണ്. അതിനൊരു പാന്റും ഉണ്ട്, ഒരു ടോപ്പും ഉണ്ട്, ഒരു ഓറഞ്ച് കളർ
ടോപ്പാണ് കേട്ടോ. അപ്പൊ ആ ചേട്ടന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടല്ലേ അത്. അതിന് പറ്റിയ ഒരു പാന്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ പാന്റ് ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പി ആ ചേട്ടൻ എടുത്തത് ഒരു എന്താ പറയാ, വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളർ പാന്റ്. ഇത് കണ്ടോ, ഈ ഒരു കളർ ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്ക് അത്ര അടിപൊളി ക്വാളിറ്റി ഒന്നും കിട്ടില്ല. എസ്പെഷ്യലി നമ്മൾ പാന്റ് ഒക്കെ കുറച്ച് ട്രാൻസ്പെറന്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാനിത് നോക്കിയപ്പോൾ ഇത് അത്യാവശ്യം നല്ല ട്രാൻസ്പെറന്റ് ആയിരുന്നു. പക്ഷെ അപ്പൊ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഒന്ന് എടുത്ത് തരുമോ? അപ്പൊ തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു പോയി. ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ടോയ് ഷോപ്പ് കണ്ടു. അവിടെ ഒരുപാട് ടോയ്സ്, അതായത് മെയിൻലി സോഫ്റ്റ് ടോയ്സ് ആണുള്ളത്. അത് കണ്ടു. അപ്പൊ ഞങ്ങളൊന്ന് അവിടെ കേറിയിട്ട് നമുക്ക് നല്ല വല്ല ടോയ്സ് കിട്ടുകയാണെങ്കിൽ ഒന്ന് മേടിക്കാന്ന് വിചാരിച്ചു. ये स्टार्ट 200 250 250 से സ്റ്റാർട്ട് ആവും. 200 250 200-250 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ആവും. അതേപോലെ ആനിമൽസ്, ഇപ്പോൾ അവിയുന്ന ആനിമൽസിൻ്റെ ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ Oh, the dolphin looks so cute, man. ये 1000 പിന്നെ വലിയ വലിയ ടോയ്സ് 1000 ആ ഒരു റേഞ്ചിൽ വരും. ഞങ്ങൾ ഇവിടെ ഉണ്ടോ ടൈഗറിൻ്റെ ഒരു ടോയ്. അതൊരു ടൈഗർ ലയണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ മെയിൻലി അതും പിന്നെ ഒരു ടോയ്സ് ഉണ്ടോ, ഒരു ടോയ്സ് അതും നോക്കാമെന്ന് വിചാരിച്ചു. ടോട്ടോയ്സിന് തന്നെ പല സൈസ് ഉണ്ട് കേട്ടോ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. एलिफेंट बिग साइज ആ വലിയ എലിഫന്റ്, यूनिकॉर्न കുറേ ടോയ്സ് ഉണ്ട്. നല്ല കളക്ഷൻ ആട്ടോ. നല്ല സോഫ്റ്റ് ടോയ്സ്. മിനിയൻ ഉണ്ട്, മിനിയൻ. ഇതിന്ന് കട കണ്ട എല്ലാം എടുക്കാൻ തോന്നും. പക്ഷേ ഇതെന്താ സാധനം? ഇതെന്താ പറയാ, മത്തങ്ങയാണ്. ഞങ്ങളിവിടെ ഒരു കടയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഷോർട്സ് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിങ് 150 ഷോർട്സ് ആണ് കേട്ടോ. പല റേഞ്ച്. മാം കിറ്റ്നെ റേറ്റൊക്കെ 150 സ്റ്റാർട്ടിംഗ്, 150 സ്റ്റാർട്ടിങ്, 250, 275, 350. ആ ഓക്കെ. സോ 250, 375 അങ്ങനെ പല റേറ്റിലുണ്ട്. ഞങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് 150യുടെ കുറച്ച് ഷോർട്സ് നോക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് അഞ്ജു എടുക്കാമെന്ന് വിചാരിച്ച 1-2 ഷോർട്സാണ് ആളുടെ കയ്യിലുള്ളത്. അതാ നല്ല കേട്ടോ, സോഫ്റ്റ് കോട്ടൺ, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഞങ്ങൾ സൈഡിൽ ഒരുപാട് ടീഷർട്ട്സ്, പാൻസ് എല്ലാം ഉണ്ട് ഈ ഷോപ്പിൽ. इस पे डिस्काउंट लगाएंगे ना? हाँ, इस पे 100 लगाएगा. ये नहीं चाहिए. ये नहीं बिकॉज ये you know this is a little bit transparent, so please क्या maybe पत्ता खा हंड्रेड सब ले रहे हैं ना, तो 100 आपके लिए 150 में कुछ भी नहीं आता. നമ്മളിവിടെ ഫൈനൽ ഒരു നെഗോസിയേഷൻ നടക്കുകയാണ്. ഇതിൽ കുറച്ച് സ്റ്റെയിൻസ് ഉണ്ട് ഡ്രസ്സിൽ. അപ്പോൾ 150-100 രൂപയ്ക്ക് തരാമെന്ന് പറയായിരുന്നു. അപ്പോൾ ആള് ചോദിക്കുക ഈ 100 കുറച്ച് ഒരു 90-80 തരാം, ബിക്കോസ് അതിൽ കുറച്ചധികം സ്റ്റെയിൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അതിൻ്റെ ഒരു ബാർഗെയിനിങ് ചെയ്യായിരുന്നു. नहीं चाहिए ये. അങ്ങനെ ഞങ്ങൾ നടന്ന് വേറൊരു ബേബി ഷോപ്പ് കണ്ടു, ടാസു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവിടെ കയറിയിട്ട് നമ്മുടെ റിക്വയർമെൻറ്റ് പറയായിരുന്നു കേട്ടോ. ലാവൻഡർ ഡ്രസ്സും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലും. പക്ഷെ അവിടെ നമുക്ക് ഇഷ്ടമായതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ വഴിയിൽ കണ്ട ഒരുപാട് ഷോപ്സിൽ ഇങ്ങനെ കയറി ഇറങ്ങി ചോദിച്ചു. ഇപ്പോൾ ടൈനി ഫാഷൻസ് എന്ന് പറയുന്ന ഒരു കടയിൽ മിക്കയിടത്തും ഇവിടെ സിമിലർ പാറ്റേണിലാണ് ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ നമുക്കങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ ആ വഴിയിൽ നല്ലൊരു മാമ്പഴം. നല്ലതാണോ എന്നറിയില്ല, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അനീഷും അവ്യവും ഒക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഡെഡിക്കേഷൻ നോക്കണം. അവ്യവും അഞ്ജുവും ഞാനും ഒരുമിച്ചാണ്. അനീഷ് സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് വേറെ കുറേ ഷോപ്സ് എക്സ്പ്ലോർ ചെയ്യാണ്.
നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല ഷോപ്സ് ഞങ്ങൾ അങ്ങനെയും ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടൊക്കെയാണ് പോയി എക്സ്പ്ലോർ ചെയ്യുന്നത്. മീൻവൈൽ ഞങ്ങൾ ഫോണിൽ കൂടെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയാണ് ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഞങ്ങളങ്ങനെ കുറേ ഷോപ്പിലൊക്കെ കയറി ഭയങ്കര ടയേർഡായി. അനീഷും ഗുവാവയും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ആനന്ദ് സ്വീറ്റ്സിൽ, ബിക്കോസ് ഞങ്ങൾക്കിപ്പോൾ നമുക്ക് ഷോപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വെള്ളം എങ്ങനെ, എനിക്ക് ഒരു തവണ ഇവിടുത്തെ വെള്ളത്തിൽ ടൈഫോയിഡ് വന്നതാണ്. അപ്പം റാൻഡം സ്ട്രീറ്റ് ഷോപ്പിൽ നിന്ന് കഴിക്കാനിപ്പോൾ ഒരു പേടി. അപ്പോൾ ഞങ്ങൾ ആനന്ദ് സ്വീറ്റ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദി വേ ഞങ്ങൾ ഏതെങ്കിലും ബേബി ഷോപ്പ് കാണുകയാണെങ്കിൽ കയറാം, ഭാവിക്ക് ഡ്രസ്സ് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ എവിടെയാണ് കാണാറില്ല, ഒരു 300 മീറ്റേഴ്സിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആനന്ദിലേക്ക് വെച്ച് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ആനന്ദ് സ്വീറ്റ്സ്. ഞാനും അഞ്ജും അവിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അനീഷ് വേറെ റൂട്ടായിരുന്നല്ലോ, അപ്പോൾ ആളിങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങളിനി അവിടെ ഉള്ളിൽ കയറിയിട്ട് മെനു ഒക്കെ ഒന്ന് നോക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് സെറ്റ് ആവട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അധികം ഡിസ്കഷനൊന്നും വേണ്ടി വന്നില്ല. നമ്മൾ നേരെ പോയിട്ട് ആദ്യം ഞാനൊരു മസാലപ്പൂരി ഓർഡർ ചെയ്തു, അവളൊരു ഗോബി സമൂസ ഓർഡർ ചെയ്തു. കൂട്ടത്തിൽ കുടിക്കാനായിട്ട് ഒരു ആം പന്ന. ഞാനിതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു സ്വീറ്റ് ലസ്സി ആൻഡ് 1 മാംഗോ ശ്രീഖണ്ഡ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് അനീഷ് എത്തിയത്. അപ്പോൾ അനീഷിന് വേണ്ടിയിട്ട് അനീഷ് ഓർഡർ ചെയ്തതാണ് ഈ മൂങ് ദാൽ ധോക്ലയും പിന്നെ ഈ ബാസ്ക്കറ്റ് ചാട്ടും. നമ്മൾ കഴിച്ച് നോക്കിയിട്ട് പറയാം ഇതെങ്ങനെയുണ്ട് എന്ന്. കുടിച്ചിട്ട് പറയാം എങ്ങനെയാണ്. കുറച്ച് ടാങ്കിയാണ് അല്ലേ, ഞാൻ വെച്ചു ഫുൾ സ്വീറ്റ് ആയിരിക്കും. വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് ഷോപ്പിലേക്ക്. അപ്പോൾ പോകുന്ന വഴി ഇതാ അവിടെ ഒരാളെ കണ്ടിട്ട് അവർ ചെറുതായിട്ടൊന്ന് പേടിച്ചു, അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിലെത്തി, ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. ഡ്രസ്സിൻ്റെ ഔട്ട്കം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ കാണുന്ന ഷോപ്പില്ലേ, ഇതിവിടെ എൻട്രൻസിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ്, ടൈലറിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ അളവൊക്കെ ഒന്ന് കൊടുത്തു വെച്ചു. ഇൻ കേസ് എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തോന്നി, എൻ്റെ ഒരു ഓൾറെഡി ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും എനിക്കിനി മനസ്സ് മാറി സ്റ്റിച്ച് ചെയ്യണം തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ അളവൊക്കെ കൊടുത്തു പോന്നു. മോഡലും മെറ്റീരിയലും ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കപ്പോൾ നോക്കാം ഞാൻ എന്താ സെലക്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് കാണാൻ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി വെച്ചു, ബട്ട് മേടിച്ചില്ല. നാളേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡ്രസ്സിൻ്റെ ഒരു അളവൊക്കെ എടുത്തു, സ്റ്റിച്ച് ചെയ്യണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഒന്ന് വീട്ടിൽ ചെന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഫൈനലി തീരുമാനിക്കാൻ എന്താ ഇടേണ്ടതെന്ന്. ഞങ്ങളുടെ ക്യാബ് അവിടെ വന്നു, ഞങ്ങളുടെ പോട്ടെ കേട്ടോ. വണ്ടിയൊക്കെ കേടുവരും. ഇപ്പോൾ നാട്ടിലൊക്കെ പോയവര് നാട്ടിൽ തിരിച്ചപ്പോഴേക്കും ബേസ്മെന്റിലൊക്കെ വെള്ളം കയറിയിട്ടേ അവിടെ കുറേ പേര് വണ്ടിയൊക്കെ പോയി. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ക്യാബിൽ കയറി, നല്ല മഴയാണ് കേട്ടോ, നല്ല ഇരുട്ട് കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ ക്യാബ് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു, ബിക്കോസ് ഇവിടെ ക്യാബ് അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് 10 മിനിറ്റ് 11 മിനിറ്റ് അങ്ങനെയൊക്കെ. ഞങ്ങൾ ഫസ്റ്റ് ഒരു ക്യാബ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു, ബിക്കോസ് 11 മിനിറ്റ്സ് കാണിച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങൾ അവിടെ കാണിച്ച ആ ഒരു ഷോപ്പിൽ പോയി എൻ്റെ സ്റ്റിച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ കൊടുത്തത്. പിന്നെ രണ്ടാമത് ഞങ്ങൾ ബുക്ക് ചെയ്ത ക്യാബാണ്, അത് ഞങ്ങൾക്ക് 7 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നു, ഞങ്ങളിതാ കയറി. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1 hour ആണ് ഇവിടുന്ന് ബൊമ്മനഹള്ളി, അവിടെയാണ് ഫ്ലാറ്റ്, അവിടേക്ക് വരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ നാളെ പറ്റുമെങ്കിൽ ഒന്ന് ഇറങ്ങി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് അവിയുടെ ഡ്രസ്സും പിന്നെ എൻ്റെ സ്റ്റിച്ച് ചെയ്യാനുള്ള
മോഡലൊക്കെ കൊടുത്ത് ഡിസൈഡ് ചെയ്യണം. ഇന്ന് വീട്ടിൽ പോയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ എങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക്